പ്രധാന നോൺസെൻസ് വാർത്തകൾ. കേരളത്തിൽ പാവങ്ങളില്ലാ കാലം വരുമെന്ന് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ. തരം താഴ്ത്തിയതിൽ മനംനൊന്ത് ചൂര എഴുതിയെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് നോൺസെൻസ് ന്യൂസിന്. പോറ്റിപ്പനി ബാധിച്ച 2 മുൻ മന്ത്രിമാർ SIT ആശുപത്രിയിൽ ചികിത്സ തേടി. വെനസ്വേല എണ്ണയ്ക്ക് മൈലേജ് കൂടുതലാണ് റഷ്യൻ എണ്ണയേക്കാൾ എന്ന് കേന്ദ്രം. കേരളത്തിൽ പാവങ്ങളില്ലാ കാലം വരുമെന്ന് പ്രമുഖ താത്വികാചാര്യൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ലൈബ്രറികളിൽ നിന്നും പാവങ്ങൾ എന്ന നോവൽ നീക്കം ചെയ്യുന്നതോടുകൂടിയാണ് കേരളത്തിൽ പാവങ്ങളില്ലാ കാലം സംജാതമാകുന്നത്. പാവങ്ങളില്ലാത്ത നാട്ടിൽ പാവങ്ങളെക്കുറിച്ച് വായിക്കുന്നത് തന്നെ വികസന വിരുദ്ധമാണ് എന്നതിനാലാണ് അടിയന്തരമായി ഇവയുടെ കോപ്പികൾ പിൻവലിക്കുന്നത് എന്നാണ് നോൺസെൻസിന് ലഭിച്ച വിവരം. പാവങ്ങൾ എന്ന നോവലിന്റെ പേര് മാറ്റി പകരം സമ്പന്നർ എന്നാക്കി മാറ്റുന്ന പബ്ലിഷേഴ്സിന് ഈ നോവലിന്റെ പുനഃപ്രസിദ്ധീകരണത്തിന് അനുമതി ലഭിക്കുമെന്നും വിവരമുണ്ട്. അതായത് വിശന്നിട്ട് റൊട്ടി മോഷ്ടിച്ച ജീൻവാൽജിന്റെ കഥയ്ക്ക് പകരം ആവശ്യത്തിന് കിറ്റും പെൻഷനും കിട്ടിയിട്ടും അത്യാർത്തി കൊണ്ട് റൊട്ടി മോഷ്ടിച്ച ജീൻവാൽജിന്റെ കഥയാക്കി മാറ്റിയാവും ഈ നോവൽ സ്കൂൾ സിലബസിൽ പഠിപ്പിക്കുക എന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വാർത്ത വന്നതോടുകൂടി 4K റിലീസിന് തയ്യാറെടുത്തിരുന്ന പാവം രാജകുമാരൻ, പാവം IA ഐവാച്ചൻ, പാവം ക്രൂരൻ എന്നീ സിനിമകളുടെ റിലീസിംഗ് പിൻവലിച്ചു എന്നും വാർത്തകളുണ്ട്. തരം താഴ്ത്തിയതിൽ മനംനൊന്ത് ചൂര എഴുതിയെന്ന് കരുതുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് നോൺസെൻസ് ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി വായിക്കുന്നു. ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അപമാനിതനായ ഒരു ചൂരയ്ക്ക് പറയാനുള്ളത്: എന്റെ പ്രിയപ്പെട്ട കടൽ മത്സ്യപ്രിയരെ, ഞാൻ പോവുകയാണ്. കുറച്ചുനാൾ മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത് ഞാനാണ് ഉച്ചഭക്ഷണത്തിലെ താരം എന്നാണ്. പക്ഷേ ആ ഞെക്കി നോക്കൻ എല്ലാം മാറ്റിമറിച്ചു. എന്നെ കഴിക്കാതെ പോയതോടെ എന്റെ ആത്മാഭിമാനവും അന്തസ്സും ആ കറിപ്പാത്രത്തിന് അടിത്തട്ടിലേക്ക് താണുപോയി. ഒരു മീൻ എന്ന നിലയിൽ A ക്ലാസ് പദവി സ്വപ്നം കണ്ട എനിക്ക് കിട്ടിയത് വെറും B ക്ലാസ് മുദ്രയാണ്. നെന്മീനായി ജനിക്കാത്തത് എന്റെ കുറ്റമാണോ? പറയൂ. നെന്മീൻ കഷ്ണങ്ങളുടെ ആഡംബരങ്ങൾക്ക് നടുവിൽ വെറും ചൂരയായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് സ്വയം B ക്ലാസായി പ്രഖ്യാപിച്ച ഒരു പാവം ചൂരൻ. പോറ്റിപ്പനി ബാധിച്ച 2 മുൻ മന്ത്രിമാർ SIT ആശുപത്രിയിൽ ഉടൻ ചികിത്സ തേടും. പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വരുമ്പോഴുള്ള വിറയലും ഓർമ്മക്കുറവുമാണ് ഈ പനിയുടെ പ്രധാന ലക്ഷണം. റഷ്യൻ എണ്ണയേക്കാൾ മൈലേജ് ഇപ്പോൾ വെനസ്വേല എണ്ണയ്ക്കാണെന്ന് കേന്ദ്രം രഹസ്യമായി അറിയിച്ചിട്ടുണ്ട്. മൈലേജ് മാത്രമല്ല, സമാധാനവും ബോണസായി കിട്ടുമെന്നാണ് കേന്ദ്രത്തിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതുകൊണ്ട് വ്യാജ റഷ്യൻ എണ്ണ അടിച്ച് വണ്ടി ഓടിക്കുന്നവർ സൂക്ഷിക്കുക. അമേരിക്കൻ ടൂറിസ്റ്റുകൾക്ക് മുമ്പിൽ നിങ്ങൾ ഒരിക്കലും പെടരുത്.